വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജിസി. ടൈറ്റിൽ കണ്ടിട്ടാണ് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതെ, നമ്മൾ ഇന്ന് വലിയ സൈസിലുള്ള ഒരു പൊറോട്ടയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ബാഹുബലി പൊറോട്ട എന്നുള്ള ഒരു പേര് ഇട്ടിട്ടുള്ളത്. ഈ ഒരു പൊറോട്ട എന്ന് പറയുന്നത് ഒരു ഫാമിലിക്ക് മുഴുവനായിട്ട് കഴിക്കാനുണ്ടാവും. അത്രയും സൈസുള്ളൊരു പൊറോട്ടയാണ്. ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിലെ ഫിറോസ്കാരുടെ റെസിപ്പി കണ്ടപ്പോഴാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ബീഫും പൊറോട്ടയും എന്ന് പറഞ്ഞാൽ മലയാളികളുടെ അഹങ്കാരവും അഭിമാനവും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മൈദയാണ്. ഞാൻ 6 കപ്പ് മൈദ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. 6 കപ്പ് മൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ടുള്ള മൈദയാണ്. ഗ്രാമിൽ വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 750 ഗ്രാമാണ്. 1 കപ്പ് മൈദ മെഷർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് 125 ഗ്രാമാണ് വെയിറ്റിലുണ്ടാവുക 250 ml കപ്പിൽ. അപ്പം ഞാൻ അങ്ങനത്തെ 6 കപ്പ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഒരു 2 ടീസ്പൂൺ ഉപ്പൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ട ചുട്ട് വരുന്ന സമയത്ത് ആ ഒരു മുരിച്ചിലും ബ്രൗൺ കളറും വരുള്ളൂ. അപ്പോൾ പഞ്ചസാര തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. പൊറോട്ടയുടെ മെയിൻ എന്ന് പറയുന്നത് പൊറോട്ടയുടെ കുഴയ്ക്കൽ തന്നെയാണ്. നമ്മളെല്ലാവരും പറയും പൊറോട്ട വീശി അടിക്കുന്നതിലാണ്, അല്ലെങ്കിൽ ചുരുട്ടുന്നതിലാണ്, അടിക്കുന്നതിലാണ് എന്നൊക്കെ പറയും. അതൊന്നുമല്ല. പൊറോട്ടയുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട കുഴയ്ക്കുന്നതിലാണ്. നന്നായിട്ട് കുഴച്ചൊരു പൊറോട്ടൻ്റെ മാവ് ഉണ്ടെങ്കിൽ ആർക്കും ഈസി ആയിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, കാരണം ഓരോരുത്തർ എടുക്കുന്ന മാവിൻ്റെ അളവിനനുസരിച്ചിട്ട് അതുപോലെ തന്നെ ഓരോ മൈദയ്ക്കും ഒക്കെ വെള്ളം ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കൂലേ, അതായത് കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കൂലേ, ആ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. കുറച്ചൊരു അയഞ്ഞ മാവായിരിക്കണം. ഒരുപാട് വെള്ളം ഉണ്ടാവരുത്. ഒരുപാട് വെള്ളം ഉണ്ടെന്നെങ്കിൽ നമ്മൾ വീശി അടിക്കുന്ന സമയത്ത് വേഗം മുറിഞ്ഞു പോവും, ഇങ്ങനെ പറ്റി പറ്റി കളിക്കും. ഒരുപാട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വീശാനും പറ്റില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം, സാധാ വെള്ളമാണ്, ആ വെള്ളം ഒഴിച്ചിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് കൗണ്ടറിലേക്ക് മാറ്റാം. കൗണ്ടറിൽ മാറ്റിയിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് കുഴച്ചെടുക്കണം. മാവ് ഇതുപോലെ ഒരുമിച്ച് കിട്ടുന്ന രീതിയിൽ ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത്രയും വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം 2 കപ്പിൻ്റെ മേലെ വെള്ളം എടുത്തിട്ടുണ്ട്. 3 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ മാവിൻ്റെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പൊടീൻ്റെ അനുസരിച്ചിട്ട് വെള്ളത്തിൽ വ്യത്യാസം വരും. അപ്പം വെള്ളം വളരെ ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. ഈ ഒരു മാവിനെ നന്നായിട്ട് അമർത്തിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ കൈയിൻ്റെ ഉൾഭാഗം വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് വലിച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോഴേ ഈ ഒരു മൈദേൻ്റെ അകത്തുള്ള ഗ്ലൂട്ടനൊക്കെ ഫോമായിട്ട് നല്ല സ്ട്രെച്ചി ആയിട്ടുള്ള മാവായി വരുള്ളൂ. അപ്പോഴേ നമ്മൾ പൊറോട്ട വീശുന്ന സമയത്ത് നന്നായിട്ട് വീശാൻ പറ്റുള്ളൂ. ഇതുപോലെ നല്ല മയത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഞാൻ 1/2 കപ്പ് ഡാൽഡ ഉരുക്കിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ്ചർ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള മാവിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കണം. ഈ മാവ് വയ്ക്കുന്ന കൗണ്ടറിലും തടവണം, ഇല്ലെങ്കിൽ കൗണ്ടറിൽ പറ്റിപ്പോവും. അപ്പം ആ കൗണ്ടറിൻ്റെ മേലെയും തടവുക. അതിനുശേഷം ഈ ബോൾ പോലെ ആക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ മേലെയും തടവുക. ഈ മാവ് ഞാനൊരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് കുഴയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല മയത്തിൽ കുഴച്ചെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ ഈസിയാണ്. ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതൊന്ന് മൂടിയിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ 2 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് ഒന്നും കൂടെ അയഞ്ഞിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്നു നോക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പൊറോട്ടയുടെ ബോൾ ഉണ്ടാക്കുക എന്നാണ്. അതിനായിട്ട് കയ്യിൽ നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഓയിലിൻ്റെയും നെയ്യിൻ്റെയും മിക്സ്ചർ ചേർക്കുക. എന്നിട്ട് ഇതുപോലെ ബോൾ പിടിക്കുക. അപ്പം ഞാൻ ഈ മൊത്തം മാവിൽ നിന്ന് ഇപ്പം 6 ബോളാണ് ആക്കിയിട്ടുള്ളത്. ബോളാക്കാനായിട്ട് ഇതുപോലെ മാവിൻ്റെ ഒരു അറ്റം പിടിച്ചിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ചൂണ്ടുവിരലിൻ്റെയും തള്ളവിരലിൻ്റെ ഇടയിലൂടെ ഇതുപോലെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാവ് മുറിഞ്ഞ് കിട്ടും, ഒരു ബോൾ പോലെ ആയി കിട്ടും. അങ്ങനെ 6 ബോൾ ഞാൻ ആക്കിയിട്ടുണ്ട്.
ഇനി ഈ 6 ബോളിൻ്റെ മേലെയും ആ നെയ്യിൻ്റെയും ഓയിലിൻ്റെയും മിക്സ്ചർ ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് 2 മണിക്കൂറൊന്നും വെക്കണ്ട കേട്ടോ, അരമണിക്കൂർ വെച്ചാൽ മതി. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാവിനെ എടുത്തിട്ട് നന്നായിട്ട് പരത്തിയിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ നമുക്ക് നനഞ്ഞ ടവലുകൊണ്ടൊന്ന് മൂടി വയ്ക്കാം. തുണിയിൽ ഒരുപാട് വെള്ളം ഉണ്ടാവരുത്, അതുപോലെ തന്നെ ഡ്രൈയും ആവരുത്, നനഞ്ഞ ഒരു ടവലായാലും മതി. ഇനി നമുക്ക് ഓരോ ബോളായിട്ട് എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് വീശിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ബോളൊക്കെ ഒന്ന് സൈഡിലേക്ക് വെക്കുകയാണ്. കൗണ്ടറിൽ കുറച്ച് സ്ഥലമൊക്കെ വേണം, നമുക്ക് വീശിയടിക്കാൻ ഉള്ള സ്പേസ് ഈ കൗണ്ടറിൽ ഉണ്ടാവണം. ആദ്യം നമുക്ക് കൗണ്ടറിൻ്റെ മേലെ കുറച്ച് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓയിലിൻ്റെയും നെയ്യിൻ്റെയും മിക്സ്ചറില്ലേ, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കൗണ്ടറിൻ്റെ മേലൊക്കെ ചിലപ്പോൾ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ബോളിൻ്റെ മേലെയും കുറച്ച് നെയ്യ് ഓയിലാക്കിയതിന് ശേഷം ഒരു കുഴൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയാൽ മതി. പിന്നെ കുഴലിൻ്റെ മേലെയും കുറച്ച് ഓയിൽ തടവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഴലിൻ്റെ മേലെ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് വീശിയടിക്കാനുള്ള ഒരു പാകത്തിൽ വരെ പരത്തിയാൽ മതി, ഒരുപാടൊന്നും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട്, നെയ്യ് ഡാൽഡ തന്നെ വേണം നിർബന്ധമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഗീ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ പശുവിൻ നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും, നല്ല നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതുപോലത്തെ വെജിറ്റബിൾ ഗീയും അതുപോലെ തന്നെ ഓയിലുമാണ്. നമുക്ക് പിടിച്ച് അടിക്കാനുള്ള പാകത്തിലായി കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് വീശി അടിക്കണം. ഇടത്തെ കൈ പൊറോട്ടയുടെ അടിഭാഗത്തായിട്ടും വലത്തെ കൈ മുകളിലായിട്ടുമാണ് ഞാൻ പിടിച്ചിട്ട് അടിക്കാറുള്ളത്. ഓരോരുത്തർക്കും ഓരോ പോലെയാണ് എയിം ഉണ്ടാവുക, പക്ഷേ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ മാവിനെ നീക്കി നീക്കി റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം പിടിക്കാനായിട്ട്. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും വലുതായിട്ട് വീശുക, എന്നിട്ട് ബാക്കിയുള്ളത് സ്ട്രെച്ച് ചെയ്തിട്ട് വയ്ക്കുക. പൊറോട്ട വീശുന്ന മെത്തേഡൊക്കെ ഞാൻ മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ നെയ്യ് ഓയിലിൻ്റെ മിക്സ്ചർ തേച്ചിട്ടുണ്ട്, കുറച്ച് മൈദ തൂവിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പൊറോട്ട വെന്ത് കഴിഞ്ഞ് അടിക്കുന്ന സമയത്ത് ലെയറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ മൈദ ഇട്ട് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ മാവിനെ നടുവിലേക്ക് ആക്കി കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്ന് നടുവിലേക്ക് ഇതുപോലെ വലിച്ചെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ചുരുട്ടിയെടുക്കാൻ. അപ്പം നടുവിലേക്ക് 2 സൈഡിൽ നിന്ന് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ലെയറുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി 2 വിരലിൻ്റെ മേലെയോ 3 വിരലിൻ്റെ മേലെയോ നമുക്ക് ഈ മാവിനെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ പൂ പോലെ ചുരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ അവസാനം വരുന്ന അറ്റമില്ലേ, ആ അറ്റം അടിഭാഗത്തൂടെ മുകളിലേക്കൊന്ന് പുഷ് ചെയ്തിട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയറാണ്, അതിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. മുന്നേ നമ്മൾ പൊറോട്ട റെസിപ്പീസ് ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതിനുള്ള ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ആ ഓയിലിൻ്റെയും ഗീൻ്റെയും മിക്സ്ചർ ആക്കി കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ ബോളും പരത്തിയിട്ട് ഇതുപോലെ വീശിയടിക്കുക. ഇനി വീശിയടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീശാതെ ഉണ്ടാക്കുന്ന പൊറോട്ടയുടെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ ബോളിൻ്റെ മേലെയും കുറച്ച് ഓയിലും മിക്സ്ചർ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും ടവലുകൊണ്ട് മൂടുക. ഒരു 30 മിനിറ്റ് അങ്ങനെ വയ്ക്കുക, മൂടിയിട്ട് 30 മിനിറ്റ് അങ്ങനെ വയ്ക്കുക. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം, അതായത് പൊറോട്ട പരത്തിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബോളായിട്ട് എടുക്കും, നമ്മൾ പരത്തും, അടുപ്പത്തിടും, ചുടും, അങ്ങനെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബാഹുബലി പൊറോട്ടയാണ്, അതായത് ഒരു ഫാമിലി സൈസിലുള്ള വലിയ ജംബോ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ പൊറോട്ടയായിട്ട് എടുത്തിട്ട് പരത്തുക. അപ്പം പൊറോട്ട ഒരുപാട് വലുപ്പത്തിലല്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ രീതിയിൽ പരത്തുക. സാധാ പൊറോട്ടൻ്റെ അത്രയും വലുപ്പത്തിൽ തന്നെ പരത്തണം എന്നില്ല. കോല് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് പരത്താം. ഞാനിപ്പോൾ ഏകദേശം എൻ്റെ ഒരു കൈയിൻ്റെ വലുപ്പത്തിൻ്റെ ആ പാകത്തിലാണ് പരത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പൊറോട്ടയും പരത്തുക. ഞാനിപ്പം 3 പൊറോട്ട ഇതുപോലെ എടുത്തിട്ട് പരത്തിയിട്ട് അട്ടിക്ക് വയ്ക്കുകയാണ്, ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു പൊറോട്ട തന്നെ 2 പൊറോട്ടൻ്റെ സൈസ് ഉണ്ട്. അപ്പോൾ മൊത്തം ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 പൊറോട്ടേനെ അട്ടിക്ക് വെച്ചെങ്കിലും 6 പൊറോട്ടയുടെ മാവാണ് ഇതുള്ളത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കോല് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് പരത്തിയെടുക്കണം. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ പൊറോട്ടയുടെ ആ ഒരു തിക്നെസ് ഇല്ലേ, ആ ഒരു തിക്നെസ്സിലേക്ക്
ഈ ഒരു പൊറോട്ടനെ നമ്മൾ പരത്തിയെടുക്കണം. അപ്പോൾ ഇത് വലിയൊരു പൊറോട്ടയായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇങ്ങനത്തെ വലിയ പൊറോട്ട ഉണ്ടാക്കുമ്പം ഇത് ചുട്ടെടുക്കാനുള്ള വലിയ തവ കൂടെ നമ്മളെ കയ്യിലുണ്ടാവണം. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം വലിയൊരു തവയുണ്ട്. അപ്പം ഞാൻ അതിന് കണക്കാക്കിയിട്ടാണ് ഈ ഒരു വലിയ പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പം പറ്റുന്ന അത്രയും മാക്സിമം നന്നായിട്ട് പരത്തിയെടുക്കുക. ആ ഒരു സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന പൊറോട്ട ഇല്ലേ, അതിൻ്റെ ഒരു തിക്നെസ്സിലാവണം ഇതുണ്ടാവേണ്ടത്. ഒരുപാട് തിക്കാവരുത്, ഒരുപാട് തിന്നും ആവരുത്. അപ്പോൾ നേരത്തെ ഞാൻ എൻ്റെ കൈയിൻ്റെ വലുപ്പത്തിലുള്ള ഒരു പൊറോട്ടയിൽ നിന്നായിരുന്നു തുടങ്ങിയത്. ഇപ്പോൾ ദാ ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഞാൻ വലിയൊരു തവ അടുപ്പത്ത് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 ഗ്യാസിലും കൂടി ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പം നന്നായിട്ട് തവ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് കുടഞ്ഞു നോക്കുകയാണ്. അപ്പം നന്നായിട്ട് തവ ചൂടായിട്ടുണ്ട്. നമ്മുടെ പൊറോട്ട ചുടാനുള്ള തവ റെഡിയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള പൊറോട്ട ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് പൊറോട്ട ചുട്ടെടുക്കുക. അപ്പോൾ പൊറോട്ട എപ്പോഴും ചുടുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമും അല്ല, ഒരുപാട് ലോയിലും വെക്കരുത്. ഞാനിപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡ്രൈ ആയി തോന്നുകയാണ്, ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ആക്കിയിട്ടുള്ള ആ ഓയിലിൻ്റെയും ഗീൻ്റെയും മിക്സ്ചർ ഒന്ന് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പൊറോട്ട തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുക. ഒരുപാട് തവണ തിരിച്ചും മറിച്ചും ഇടാത്തതാണ് നല്ലത്. കാരണം പൊറോട്ട വല്ലാതെ ഡ്രൈ ആയി പോവും. ഒരു സൈഡ് ഏകദേശം ബബിൾസൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിടാം. അപ്പോൾ മറിച്ചിടുന്ന സമയത്ത് മുറിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചട്ടുകം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മറിച്ചിടാൻ പറ്റും. അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മറിച്ചിടാൻ പറ്റും. പിന്നെ ഞാൻ 2 അടുപ്പിലായിട്ട് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പൊറോട്ട. അപ്പോഴേ എല്ലാ ഭാഗത്തും ഈവണായിട്ട് കുക്കാവുള്ളൂ. കാരണം ഓരോ ഭാഗത്തും ഓരോ ചൂടല്ലേ ഉണ്ടാവുക. 2 അടുപ്പിലും കൂടി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. നടുവിൽ അങ്ങനെ തീ ഇല്ല, പക്ഷേ കല്ലിന് നല്ല ചൂടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഇതേ പൊറോട്ട ഞാൻ നിങ്ങൾക്ക് സാധാ പോലെ ഉണ്ടാക്കാം കേട്ടോ. സാധാ സെപ്പറേറ്റ് ആയിട്ടുള്ള ചെറിയ പൊറോട്ടകളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ആ അട്ടിക്ക് വെച്ച് പരത്തുന്നതിന് പകരം സിംഗിളായിട്ട് പരത്തിയിട്ട് ചുട്ടെടുത്താൽ മതി. പിന്നെ ഒരുപാട് ചേരുവ ഒന്നും ആവശ്യമില്ല. വെറും 3 ചേരുവേ വരുന്നുള്ളൂ. പഞ്ചസാരയും മൈദയും ഉപ്പും വെള്ളം കൂട്ടി കുഴയ്ക്കുക. പിന്നെ നെയ്യും ഓയിലിട്ടിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത്രേ വരുന്നുള്ളൂ. സംഭവം ഈസിയാണ്. ആ കുഴയ്ക്കുന്ന ഭാഗത്ത് മാത്രം നന്നായിട്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പൊറോട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിത് ഇടയ്ക്കൊന്ന് തിരിച്ച് കൊടുക്കുന്നുണ്ട്, ഈവണായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് മറിച്ചിടാൻ തോന്നുന്നുണ്ട്. കാരണം അടിഭാഗം എനിക്ക് തോന്നി ഏകദേശം കുക്കായിട്ടുണ്ടെന്ന്. അപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് നോക്കിയ സമയത്ത് ഏകദേശം മറ്റേ സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ആവാനുണ്ട്. ഒരു തവണ കൂടി ഞാനിതൊന്ന് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യാണ്. ഈ ഒരു പൊറോട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാനുണ്ടാവും. ഇപ്പം കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 പേർക്കൊക്കെ എന്തായാലും കഴിക്കാൻ പറ്റും. ആ ഒരു സൈസാണ് ഈ ഒരു പൊറോട്ടയ്ക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറീൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഏകദേശം പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. പൊറോട്ട അടിക്കാം. ഓരോ പൊറോട്ട നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അപ്പം തന്നെ ചൂടോട് കൂടി അടിക്കുക. അപ്പോഴാണ് ശരിക്കും ലെയറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരിക. നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പം ഞാൻ പൊറോട്ടയൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ലെയറൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ലെയറൊക്കെ കാണിച്ചു തരാം. നല്ല സെപ്പറേറ്റ് ആയിട്ട് നല്ല ക്രിസ്പി ലെയേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ആ 3 പൊറോട്ട കൂടെ പരത്തിയിട്ട് ചുട്ട് അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 2 പൊറോട്ടയാണ് ഞാൻ മൊത്തം 6 കപ്പിൽ നിന്ന് ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ കൂടെ ബീഫ് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ ബീഫ് കഴിക്കാത്ത ആളാണെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ വെജിറ്റബിൾ കറിയുടെ കൂടെയോ എഗ് കറീൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.